guys, welcome to my very first day in my life video. Let me introduce myself. I am Surya, a student living away from home, trying to balance cooking, studies and work as an entrepreneur. If you like the content, come, let's learn and grow together. ഇപ്പോൾ സമയം 10:30 നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒരു 8:30 ആയിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ബുക്ക് വായിച്ചതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ലഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാക്കുക. സാധാരണ തലേദിവസമേ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് തിളപ്പിച്ചൂറ്റാറാണ് പതിവ്. തലേ ദിവസത്തെ മടി കാരണം ഒന്നും ചെയ്യാഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ചോറും വെക്കണം, കറിയും വെക്കണം. പോരാത്തതിന് അടുക്കള ഭയങ്കര വൃത്തികേടായിട്ട് ഇട്ടേക്കുമായിരുന്നു. വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ. ഞാൻ മാത്രമല്ല, ഇവിടെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജോലിയാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷെ ചില സമയത്ത് ഫുഡൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആരാണോ വൃത്തികേടാക്കുന്നത് അവർ തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. സോ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ചെയ്യാൻ ഭയങ്കര മടിയുള്ളതും പിന്നെ ചെയ്യാമെന്ന് കരുതി ഞാൻ മാറ്റി വെക്കുന്നൊരു ജോലിയാണ് ഈ പാത്രം കഴുകുമെന്ന് പറയുന്നത്. അപ്പം നേരെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആദ്യം ചെയ്തത് പാത്രം കഴുകി ഒതുക്കുക എന്നാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് മടിയാകും. എന്നാൽ പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞ് ചോറും കൂടെ കഴിച്ചിട്ട് കഴുകാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇടും. ലാസ്റ്റ് അത് ഭയങ്കര വലിയൊരു ജോലിയായിട്ട് മാറുന്ന കാരണം ആദ്യം തന്നെ അത് ചെയ്ത്. അതിനുശേഷം നമ്മൾ കറി റെഡിയാക്കി. കറി ഇന്ന് മസൂർ ദാൽ ഉണ്ടായിരുന്നു. മസൂർ ദാലിൻ്റെ കറിയും വെച്ച് പിന്നെ നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഒരു ചമ്മന്തി അരച്ച്. ഈ 2 കറി മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മസൂർ ദാൽ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൊള്ളത്തില്ലെങ്കിലും വേറെ ആരും അറിയത്തില്ല, നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിവിടെ ആവശ്യത്തിന് മസൂർ ദാൽ എടുത്ത് അതിലേക്ക് 2-3 ഉള്ളി വരിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെന്ത് വന്നപ്പോൾ അത് ഉടച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ച് കടുകും വറുത്തിട്ടപ്പോഴത്തേക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള മസൂർ ദാൽ കറി റെഡിയായി. പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും റെഡിയാക്കി. ഇത്രയും ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയായി. അതും അടച്ചിട്ടിട്ട് നേരെ യൂസ് ചെയ്ത പാത്രവും കൂടെ കഴുകി വെച്ചപ്പോഴത്തേക്കും മെയിനായിട്ടുള്ള അടുക്കളയിലെ പണി ഫുള്ള് ഇന്നത്തെ കഴിഞ്ഞു. കാരണം രാത്രിയിൽ നമുക്ക് ഈ ചോറും കറിയും തന്നെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. അല്ല, രാത്രിയിലേക്ക് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കാറില്ല. ഇന്ന് റൂം ക്ലീനിങ്ങും എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഇത്രയും ജോലി കഴിഞ്ഞിട്ട് നേരെ വന്ന് റൂം ക്ലീനിങ്ങും കഴിഞ്ഞ് നേരെ ഫ്രഷായി ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ മെയിൻ പരിപാടി കഴിഞ്ഞ്. പിന്നെ സെൽഫ് കെയറിൽ രാവിലെ ചെയ്യുന്നൊരു കാര്യമാണ് ഹെഡ് മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അത് ചെയ്തില്ലായിരുന്നു. അതും ചെയ്തിട്ട് നേരെ വന്ന് പഠിക്കാനിരുന്നു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 12:30 ആയായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 3 വീഡിയോയും കാണണം. അതേപോലെ ഇതിൻ്റെ റിവിഷനും നടത്തണം. 1:15 വരെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ നോട്ടും പ്രിപ്പയർ ചെയ്ത് സെക്കൻഡ് വീഡിയോ കാണാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഒരു മടുപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പം നേരെ എഴുന്നേറ്റ് ഒന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചെങ്കിൽ നമ്മളെ കൊണ്ടത് നടന്നില്ല. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, ഞാനിങ്ങനെ കുറച്ച് കോഡ്സൊക്കെ എഴുതിയിട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ അവിടെ ഒട്ടിച്ച് വെക്കും. സെക്കൻഡ് വീഡിയോ തുടങ്ങി പകുതി ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പ് വന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു, പാത്രം കഴുകി വെച്ചിട്ട് നമ്മൾ പിന്നെയും പഠിക്കാൻ പോവുകയാണ് ഗായ്സ്. 3 വീഡിയോ കംപ്ലീറ്റ് ആക്കണമെന്ന് കരുതി ഇരുന്നെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റിയില്ല. സെക്കൻഡ് വീഡിയോ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒട്ടും ടൈം കളയാതെ വർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇന്ന് പാഴ്സൽ അയക്കേണ്ടതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നേരെ പാഴ്സൽ അയക്കാനായിട്ട് എല്ലാം റാപ്പ് ചെയ്ത് ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട്. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാനായിട്ടൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതി. അധികം നേരം ഒരേ ഇരിപ്പിരുന്നത് കൊണ്ട് പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് നടന്നിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയൊക്കെ അവിടെ ടേബിളിൽ വലിച്ചേറി ഇട്ടേക്കായിരുന്നു. അതൊക്കെ എടുത്ത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3rd വീഡിയോയും കണ്ടു, നമ്മുടെ റിവിഷനും കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ റൂമിലുള്ള ചേച്ചിയും കൂടെ ഒരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന് കരുതി.
പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോഴല്ലേ ട്വിസ്റ്റ്, അവർ 2-3 ദിവസം മുന്നേ 9:45 ഷോ ഇട്ടിരുന്നത്. പിന്നെ ആദ്യം തൊട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് നേരെ റൂമിൽ വന്ന് കിടന്നുറങ്ങി. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്, സപ്പോർട്ട് മീ, ആൻഡ് ഇഫ് യു ഹാവ് എനി ടിപ്സ് ടു മേക്ക് തിങ്സ് ബെറ്റർ, ഡ്രോപ്പ് ദം ഇൻ ദ കമൻറ്റ്സ്. ഗുഡ് ബൈ.